വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. സഭ ഇന്ന് ഗായക സംഘ ഞായർ ആയിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത്. ആരാധനയുടെ ക്രമീകൃതമായ പൂർത്തീകരണത്തിനും മനോഹാരിതയ്ക്കും ഗായക സംഘത്തിൻ്റെ ശുശ്രൂഷകൾ അനിവാര്യമാണ്. ആരാധനയിൽ ഗായക സംഘത്തിന് അദ്വിതീയ സ്ഥാനമാണ് ഉള്ളത്. മദ്ബഹയിൽ നിന്നുകൊണ്ട് പുരോഹിതൻ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നു. പുരോഹിതൻ്റെയും ജനത്തിൻ്റെയും നടുവിൽ നിന്നുകൊണ്ട് ഗായക സംഘം അത് ഏറ്റുപാടുന്നു. ദൈവജനം ആ സമയം ഗായക സംഘത്തോട് ചേർന്ന് നിന്നുകൊണ്ട് കൂടെ പാടുന്നു. പുരോഹിതനും ഗായക സംഘവും വിശ്വാസ സമൂഹവും ഒരേ സ്വരത്തിൽ പാടി ദൈവത്തെ ആരാധിക്കുന്നു. മനുഷ്യരാശിക്ക് ലഭിച്ച ദൈവത്തിൻ്റെ വരദാനമാണ് സംഗീതം. യൂറോപ്യൻ നോവലിസ്റ്റ് ഹാൻസ് ക്രിസ്ത്യൻ ആൻഡേഴ്സൺ പറയുന്നത്, വെയർ വേർഡ്സ് ഫെയിൽ മ്യൂസിക് സ്പീക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ സംഗീതം സംവേദനക്ഷമമാകുന്നു. സംഗീതത്തെ പോലെ മനുഷ്യജീവിതത്തിലെ ദുഃഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വികാരങ്ങളുടെ തീവ്രത വരച്ചു കാട്ടുന്ന മറ്റൊരു മാധ്യമം ഇല്ല. വിശുദ്ധ വേദപുസ്തകം സംഗീതമയമാണ്. ഉൽപ്പത്തി 49 യാക്കോബ് ഗോത്രങ്ങളെ അനുഗ്രഹിക്കുന്നത് സംഗീത രൂപത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചെങ്കടൽ കടന്ന് ഇസ്രായേൽ ജനം തങ്ങളുടെ പിന്നാലെ വന്ന ഫറവോൻ്റെ സൈന്യവും കുതിരകളും രഥങ്ങളും കടൽക്കരയിൽ അടിഞ്ഞു കിടക്കുന്നത് കണ്ട് യഹോവയ്ക്ക് സങ്കീർത്തനം പാടി യഹോവയെ സ്തുതിച്ചു. പുറപ്പാട് 15. ശലോമോൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന 4000 പേർ ഉൾക്കൊള്ളുന്ന ഗായക സംഘത്തെക്കുറിച്ച് 1 ദിനവൃത്താന്തം 23:5 വായിക്കുന്നുണ്ട്. 1 ദിനവൃത്താന്തം 25 288 പേർ ഉൾപ്പെട്ട ഗായക സംഘത്തെക്കുറിച്ച് അവരുടെ പേരുകൾ സഹിതം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 25-7 വാക്യം, കിന്നരം, വീണ, കൈത്താളയം എന്നിവ കൊണ്ട് യഹോവയ്ക്ക് സംഗീതം ചെയ്യുവാൻ അഭ്യസിച്ചവർ എന്നാണ് ഇവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. തങ്ങൾക്ക് എതിരായി വന്ന അമ്മോന്യരെയും മോവാബ്യരെയും യഹൂദജനം എതിരിടുന്നത് യഹോവയെ സ്തുതിപ്പീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് പാടിക്കൊണ്ടാണ്. 2 ദിനവൃത്താന്തം 20-ാം 21 വാക്യം. ആദിമസഭയെക്കുറിച്ച് യാക്കോബ് 5:13 പറയുന്നത് പാടുന്ന സഭ എന്ന. നിങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖമനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ എന്ന ഇവിടെ വായിക്കുന്നത്. സ്വർഗത്തിൽ ഉള്ള സംഗീത സദസ്സിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തനായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പാടിക്കൊണ്ടിരുന്നു എന്ന് ഈ ഭാഗത്ത് പറയുന്നത് വെളിപ്പാട് 4:8 വാക്യം. തടവറയിൽ കിടന്ന് പാടിയ ഒരു ഗായകനെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. തടവറയിലെ അതിരാത്രിയിൽ തൻ്റെ ഗിത്താറിൻ്റെ സഹായത്തോട് താൻ ശ്രുതിമധുരമായി പാടി. സഹതടവുകാർ ഓടിക്കൂടി അവരും ഗായകനോട് ചേർന്ന് പാടി. ഇത് സഹിക്കാതെ ജയിൽ അധികൃതർ ഗിറ്റാർ തല്ലി ഒടിച്ചു. എന്നാൽ അടുത്ത ദിവസം ഗായകൻ ഗിറ്റാറില്ലാതെ പാടി. സഹതടവുകാർ ഏറ്റുപാടി. ക്രൂദ്ധരായ ജയിൽ ഉദ്യോഗസ്ഥർ ആ മനുഷ്യൻ്റെ നാവ് പിടിതെറിഞ്ഞു. ഇനിയും അവൻ പാടില്ല എന്ന് അവർ ഉറപ്പിച്ചു. എന്നാൽ പിറ്റേ ദിവസം ഈ ഗായകൻ അല്പസമയം നിശബ്ദനായി നിന്നു. പിന്നെ എന്തോ അഭൗമ സംഗീതം കേട്ട മാതിരി നൃത്തം ചവിട്ടുവാൻ തുടങ്ങി. ചുറ്റുപാടുകൾ എല്ലാം പ്രതികൂലമായിട്ടും പാടുന്ന ഗായകൻ. ഇതാണ് ക്രിസ്തീയ ആരാധനയുടെ മഹത്വം. നാം പാടുന്ന പാട്ട് അനുഭവാധിഷ്ഠിതമായിരിക്കണം. വെളിപ്പാട് 5:9 നീ അറുക്കപ്പെട്ട് നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ള ഞങ്ങളെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി എന്ന ഒരു പുതിയ പാട്ട് 24 മൂപ്പന്മാരും 4 ജീവികളും ചേർന്ന് പാടുന്നു. അതായത് രക്തം നൽകി അവരെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നതിനാൽ അവർ കുഞ്ഞാടിനെ പാടി സ്തുതിക്കുകയാണ്. ദൈവം നമ്മിൽ എന്ത് ചെയ്തിരിക്കുന്നു എന്നതാണ് പാടി സ്തുതിക്കുവാനുള്ള കാരണം. വിലയ്ക്ക് വാങ്ങി എന്നത് വീണ്ടെടുപ്പിനെ സൂചിപ്പിക്കുന്നു. കർത്താവ് നമ്മെ പാപത്തിൽ വീണ്ടെടുത്ത് രക്ഷയിലേക്ക് നയിച്ചിരിക്കുന്നതിനാലാണ് നാം അവനെ പാടി സ്തുതിക്കുന്നത്. ഇസ്രായേൽ ജനത്തെ ഫറവോനിൽ നിന്നും ചെങ്കടലിൽ നിന്നും വിടുവിച്ചതുകൊണ്ട് അവർ തപ്പിനോടും നൃത്തത്തോടും കൂടി ദൈവത്തെ പാടി സ്തുതിച്ചു. കർത്താവിനെ പാടി സ്തുതിക്കുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകം അവൻ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു എന്നതാണ്.
A.W. ടൗസർ എന്ന ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്, ഗോഡ് സേവ്സ് us ടു മേക്ക് us ഗുഡ് വർഷിപ്പേഴ്സ്. ദൈവം നമ്മെ വീണ്ടെടുത്തത് നമ്മെ നല്ല ആരാധകരാക്കുന്നതിനാണ്. പാടി സ്തുതിക്കുന്നതിൽ കൂടി നാം ദൈവത്തെ ആരാധിക്കുന്നു. രക്ഷ അനുഭവമാകാതെ അർത്ഥവത്തായി പാടുവാൻ നമുക്ക് കഴിയില്ല. രക്ഷ അനുഭവമാക്കാതെയുള്ള പാട്ട് വെറും ബാഹ്യപ്രകടനമായിരിക്കും. അത് മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ പോലെ ആയിരിക്കും. ആ വിധത്തിലുള്ള പാട്ടുകൾ കൊണ്ട് ആർക്കും ഒരു പ്രയോജനവും ലഭിക്കില്ല. അതുകൊണ്ട് രക്ഷ അനുഭവമാക്കി ആ രക്ഷയിലേക്ക് നമ്മെ നയിച്ച കർത്താവിനെ ഈ പ്രഭാതത്തിൽ പാടി സ്തുതിക്കാം. കർത്താവേ, നിന്റെ രക്തം നൽകി എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാൽ ഞാൻ നിന്നെ പാടി സ്തുതിക്കുന്നു. ആമേൻ.